Hi guys, so welcome back to another video and happy Vishu to everybody. In the Vishu aanu ivide, but it's also a Monday and a working day. So Vishu aayittu oru kutti video engil ningale wish cheyan vendi eduthalekku moshale. So I thought I'll take a small video. Thankfully I don't have to go to office today. Innu work from home aanu. So അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭീകര വിഷു സെലിബ്രേഷൻ ഒന്നുമില്ല. വി ഹാഡ് എ സ്മോൾ സെലിബ്രേഷൻ, സ്മോൾ അല്ല, വി ഹാഡ് എ മലയാളി അസോസിയേഷൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോ അതിന് പോയി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വന്ന് സാറ്റർഡേ. പിന്നെ ഇന്ന് വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് കണി വെച്ചു. ഐ ഹാവ് എ ഹെയർ കട്ട് അപ്പോയിൻമെൻറ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തേക്ക് സ്കെഡ്യൂൾ ചെയ്തായിരുന്നു, പക്ഷേ ദർ വാസ് എൻ എമർജൻസി മുടി വെട്ടുന്നവർക്ക്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത്തേക്ക് റീസ്കെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഇന്ന് വെട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അവർ ഓഫാണ് അടുത്ത 2-3 ആഴ്ച, ഈസ്റ്ററൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വൈകിട്ട് പോയിട്ട് വരാം. സോ ഐ എം ഗോയിങ് ടു ഗോ ദെയർ. അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് വിഷുക്കണിയും കാണിച്ചു തരാം. നമുക്ക് ഏട്ടനോട് സംസാരിക്കാം. ഹി ഈസ് ഓൾസോ വർക്കിംഗ് ഫ്രം ഹോം ടുഡേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി. കാലത്തെ വിളക്കൊക്കെ കത്തിച്ച് 2 പേർക്കും വിഷു കൈനീട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറ്റിയ ഇടാം. ഏട്ടനെവിടെ പോയി? ഹാപ്പി വിഷു. ഇങ്ങനെയാണോ പറയണത് പ്രേക്ഷകരോട്? എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇത് മിമിക്രിയാ? എന്തോ കഴിക്കണം. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്ര ചെറുതൊക്കെ കരിഞ്ഞ പോലെ ഇരിക്കണം. അപ്പം ഞാൻ പോയി മുടി വെട്ടിയിട്ട് വരാം. വിചാരിച്ച് വിഷു ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ജോലിക്ക് വേണം സ്വീറ്റ് പോയിട്ട് എന്താവും കണ്ടറിയാം. എന്ത് മൊട്ടടിക്കാൻ വേണോ പറയണു. ബൈ. 7 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്ന് 60s വെതറുണ്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടിട്ടില്ല. നല്ല വെയിലുള്ളതുകൊണ്ട് തണുപ്പൊന്നും അത്ര, നല്ല കാറ്റിന് മാത്രമേ ചെറിയ തണുപ്പുള്ളൂ. ഇനി ഈ വെയിലൊക്കെ പുറത്ത് വന്ന് ഈ തണുപ്പൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ തന്നെ ഇറ്റ് ഫീൽസ് സോ ഗുഡ്. യുനോ, നമുക്ക് തന്നെ ഒരു ഉണർവൊക്കെ ഫീൽ ചെയ്യും. വിൻ്റർ കഴിയാറായി സ്പ്രിങ് ആയെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് സ്നോവും തണുപ്പും ഒക്കെ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഇത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് വെതർ ഉള്ളൊരു ദിവസം. വൈകുന്നേരം പറ്റിയ വല്ല നടക്കാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വെതറാണ്. പോകാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം പിള്ളേരെത്തുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. സോ ലാസ്റ്റ് ഇയർ ഞങ്ങൾക്ക് വിഷുവിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരോട് ഫസ്റ്റ് വിഷു സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും ഉള്ളപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനൊരു പ്രത്യേക സന്തോഷമല്ലേ, കാരണം ഇങ്ങനത്തെ സെലിബ്രേഷൻസൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു ഫീലിംഗ് വരില്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ ഹോളിഡേ ആണ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെയുള്ള പ്രവാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലീവ് മുഴുവനും ക്രിസ്മസ് ആ സമയത്തൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെ അത്ര ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല ചെയ്യാൻ. ഇപ്പോൾ ഈ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ PTO എടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഈ വർഷം നാട്ടിൽ വരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഐ എം സേവിങ് മൈ ലീവ്. മാക്സിമം ലീവ് എടുക്കാണ്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ വരികയാണെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് നിൽക്കാം. വരുമോ ഇല്ലേ എന്നൊക്കെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എന്നാലും ഐ എം ജസ്റ്റ് സേവിങ് ഇറ്റ് ഫോർ നൗ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പം ലീവ് എടുക്കുന്നത്. പിന്നെന്താ ഇവിടെ വിശേഷം? ഞാൻ സത്യമായത് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇനിയും ഒരു 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് ഫെബ്രുവരിയിൽ എടുത്തിട്ടുള്ളത്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ വിഷുവിന് എടുക്കുന്ന വീഡിയോ ഞാൻ ഇടുമ്പോഴേക്കും ഓൺ ആവും. സോ ബെയർ വിത്ത് മീ വൈൽ ഐ ജസ്റ്റ് നാവിഗേറ്റ് ത്രൂ ഓൾ ദിസ്. സോ പ്രോബബ്ലി ഈ വീഡിയോ ഞാൻ അടുത്ത 2 ദിവസം തന്നെ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഈ മാസത്തെ എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ട്രൈ ടു പോസ്റ്റ് ഓൾ ദ പെൻഡിങ് വീഡിയോസ്. കാരണം മാർച്ചിൽ ഞാൻ വ്ളോഗ്സ് ഒന്നും എടുത്തില്ല. കാരണം പഴയ വീഡിയോസ് ഇട്ട് തീരാണ്ട് അങ്ങനെ അടുത്തത് ഇടാമെന്നുള്ളൊരു ബ്ലോക്കർ എനിക്ക് മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഏപ്രിലിൽ തന്നെ അടുത്ത എല്ലാ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലല്ലേ നമുക്ക് പുതിയ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ സ്പ്രിങ്ങിലൊക്കെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്പോൾ എടുക്കാം. എന്ന് പറഞ്ഞാൽ എനിക്ക് കാർപ്പറ്റിനാലിൻ്റെ നല്ല വേദന ഉണ്ട്. അതും റൈറ്റ് ഹാൻഡിലാണ്. സോ എന്താ പറയുക, ഞാനിപ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സോ ഞാൻ വൈകുന്നേരമൊക്കെ ബ്രേസ് ഇട്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ എനിക്ക് വർക്കിലും ഒത്തിരി ഹാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്, മൗസും ഫീഡ്ബാക്കൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ എഡിറ്റിങ്ങിന് നിൽക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം എൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റീൽസൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്ത് ലൈക്ക്
നല്ല കാർപ്പറ്റുകളുടെ പെയിനായി. സോ ഐ എം കട്ടിങ് ഡൗൺ ഓൺ മൈ പോസ്റ്റിംഗ്. ചില ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജസും പിന്നെ ഇതുപോലെ കമൻസിലും ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളിപ്പോൾ അത്ര സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പണി കിട്ടും. സോ ഞാനിപ്പോൾ എൻ്റെ വർക്ക് ഫ്ലോ ലാപ്ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് യൂസ് ടു അല്ലാത്ത ഇതല്ലേ, അപ്പം ഞാൻ കുറച്ച് സ്ലോ ആണ് എനിക്കതിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഐ ട്രൈ ടു കീപ് പോസ്റ്റിംഗ്. ഓക്കെ, ഞാൻ ഗീവ് അപ്പ് ചെയ്തൊന്നും അല്ല. പിന്നെ ഈ വേദനയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പണ്ടത്തെ അത്ര എനർജി ഒന്നും കാണില്ല. സോ ഐ എം ടാക്ലിങ് ദാറ്റ് ആസ് വെൽ. പിന്നെന്താ, വി വെന്റ് ടു ഡാലസിൽ സ്പ്രിംഗ് ബ്രേക്കിനെ പോയായിരുന്നു. അവിടെ കൊള്ളായിരുന്നു, നല്ല നല്ല വെതറൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. പിന്നെന്താ പറയാൻ വന്നല്ലോ, ഹെയർ കട്ട് ലാസ്റ്റ് എപ്പോഴാണ് ഹെയർ കട്ട് ചെയ്തത്? എനിക്ക് തോന്നുന്നു ജനുവരി ഫസ്റ്റ് വീക്കിൽ മീനേയും കൊണ്ട് പോയി ഹെയർ കട്ട് ചെയ്തതാണ് ലാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു 3.5 ജനുവരി ഫെബ്രുവരി മാർച്ച് 3.5 മാസമായി കാണും. സോ 3 മാസം കൂടുമ്പോഴാണ് ഞാൻ സാധാരണ മുടി വെട്ടാറ്. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. മുടി നമ്മളിങ്ങനെ ട്രിം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. ഒത്തിരി ഒന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും ജസ്റ്റ് ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരും. പ്രത്യേകിച്ച് ഞാൻ ഹീറ്റ് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നതല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഫ്രണ്ടിലുള്ള ഭാഗമൊക്കെ വളർന്ന് ഷോൾഡർ വരെയൊക്കെ എത്തി. ഞാൻ ഏട്ടനോട് മുടി മുഴുവൻ കട്ട് ചെയ്ത് കളയുന്നതാണ് ഞാൻ പോയേക്കണത്. അങ്ങനത്തെ പ്ലാനൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് ഒരിടക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഷോർട്ടായിട്ട് വെട്ടണമെന്ന്. ഇപ്പം കുറച്ച് കാലമായിട്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ, വിൽസി എന്ന് പറഞ്ഞ് ഞാൻ പോകണം. ഞാൻ ജസ്റ്റ് ട്രിം ചെയ്യാൻ വേണ്ടി മാത്രം പോകണേണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഇതുപോലെ വെട്ടാൻ പോവാ. നല്ല രസമുണ്ട്. ഒരു പെണ്ണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ബാങ്ക്സും ഇത്രയുള്ള ലൈക്ക് ലോബ് പോലും അല്ല, ശരിക്കും ആക്ച്വൽ ബോബ്. ഞാൻ ശരി, നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തന്നവേ. ഈ പറഞ്ഞ അവരുടെ അഭിപ്രായം ഒന്നും കിട്ടില്ല, നല്ലതാണോ ചീത്തയാണോ വേണമെന്നൊന്നും പറയില്ല. ഇഷ്ടമുള്ള എന്താണെന്ന് ചെയ്യുന്ന പറയും. ദാറ്റ് ഈസ് ലൈക്ക് ദ വേസ്റ്റ് ആൻസർ. അങ്ങനത്തെ പറഞ്ഞ കഴിഞ്ഞ വർഷം ഐ വാസ് വെരി ഗുഡ് അറ്റ് പോസ്റ്റിംഗ് കണ്ടന്റ് എവരി വീക്ക് ഇൻ യൂട്യൂബ്. ഈ വർഷം ആഗ്രഹമുണ്ടെങ്കിലും നടന്നില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അനലിറ്റിക്സിലും കാണാനുണ്ട്. സോ കുറച്ചും കൂടി ഇനി യൂട്യൂബ് പ്രയോറിറ്റൈസ് ചെയ്യണം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഉദ്ദേശിച്ച ഗോൾ എത്തി. ഐ റീച്ച് 100K. ദാറ്റ് വാസ് മൈ മെയിൻ ഗോൾ. ഇപ്പം ഞാൻ കുറച്ച് ഉഴപ്പാണ് അതിൽ. പക്ഷെ ഇനി യൂട്യൂബിൽ കുറച്ചും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. സോ ദാറ്റ്സ് എന്താണ്, സമ്മറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അതിൽ ഫോക്കസ് ചെയ്യാൻ വിചാരിക്കണം. എനിക്ക് കുറച്ചുകൂടെ ഒരു ഫ്രീ ടൈം കിട്ടും സമ്മർ ആകുമ്പോൾ. വർക്കിലും ഇപ്പോൾ കുറച്ച് ബിസിയാണ്. ഈ പറഞ്ഞില്ലേ ഒരു വിഷുവിൻ്റെ ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടപ്പോൾ എല്ലാവരും യൂട്യൂബ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം യൂട്യൂബിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിലും ഉള്ളവരൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഡാലസിൽ പോയപ്പോൾ ഇതുപോലെ കുറച്ച് പേരെ പരിചയപ്പെട്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണെന്നറിയോ അല്ലേ, ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ഐ ഹാവ് ലൈക്ക് നമുക്കിങ്ങനെ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പഴയ ഫ്രണ്ട്സോ അതുപോലെയൊക്കെയുള്ള ഒരുപാട് പേര് ഇവിടെ എവിടെയൊക്കെയൊക്കെയോ ഉണ്ടെന്നുള്ള ഫീലിംഗ് ആണ്. കാരണം പെട്ടെന്ന് വന്ന് കയ്യൊക്കെ പിടിച്ച് ഹലോ ശാന്തി സുഖമാണോ, ഞങ്ങൾ വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നെ കുറേ കാലമായിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു നമുക്ക് സന്തോഷം തോന്നുന്നില്ലേ. സോ ഐ ഫീൽ ലൈക്ക് എനിക്ക് ആരൊക്കെയൊക്കെയോ ഉണ്ട് എന്ന് ഫീലിംഗ് തോന്നാറുണ്ട്. പെട്ടെന്ന് ഒന്ന് സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഞാനും പഠിച്ചു വരികയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം. Yeah, so do we just need a toner or do we need to color more? What do you think? Because I like how it's washing out really nice. I'm going to do a partial. Okay. Just very subtle. Just to pop them out a little bit more in the front. But actually they're looking really good. Yeah, that's what I thought. Maybe just a toner would work. Yeah. It's 2 weeks ago I wanted to go short, but then I changed my mind. Thank goodness we didn't come last week. I'm going to keep as much natural to your hair too. Yeah. But give it that shine it needs. Sounds good. Okay, Thank you. Other than that, I'm going to do a lot of face framing. Just those curtain bangs. Yes. Okay. Yeah. If I wait 1 more year, I know it will be like. Yeah. So beautiful. Okay.
അകത്തുനിന്ന് ഞാൻ അധികം വീഡിയോ എടുത്തില്ല. സോ ദിസ് ഇസ് ദ ഹെയർ കട്ട്. ഞാൻ ഇപ്രാവശ്യം വളരെ കുറച്ച് ലെയേഴ്സ് മതി എന്ന് പറഞ്ഞു. കാരണം ഇപ്പം മുടി നീണ്ടു വരുമ്പോൾ ഞാൻ കുറേ രാത്രിയൊക്കെ ഇപ്പോൾ ബ്രേഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ലെയേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കംസ് ഔട്ട്. സോ ഐ ഗോട്ട് ലൈക്ക് ദ യു കട്ട് ഇൻ ദ ബാക്ക്, എന്നിട്ടൊരു ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സ്, എന്നിട്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ ഇതുപോലത്തെ കുറച്ച് ഒരു ഫ്ലിക്ക് ബാങ്ക്സ് പോലത്തെ വളരെ കട്ടി കുറച്ച് മുടി എടുത്തിട്ട് സോ സിദ്ധ്യ ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഓൾസോ വെയിലത്ത് കാണുമോയെന്നറിയില്ല, ഐ കളേർഡ് മൈ ഹെയർ. വളരെ സട്ടിലായിട്ടുള്ള ബേബി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഓക്കെ, നമുക്കിപ്പോൾ ഹെയർ കട്ട് പരിപാടി കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ഹോം. അപ്പം നമുക്ക് ഹെയറിനൊരു നല്ല ഡയമെൻഷൻ തരും. ഇവരധികം ബ്ലീച്ച് യൂസ് ചെയ്യാണ്ട എൻ്റെ ഹെയർ കളർ ചെയ്യുന്നത്. സോ അത്ര ഡാമേജ് വരില്ല. ഇതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ കളർ ചെയ്യുന്ന സമയത്ത് ബ്ലീച്ച് യൂസ് ചെയ്തിട്ട് ഒത്തിരി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു മുടി. അതായത് ഞാൻ കളർ ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ ആണ് സിന്ധ്യ പറഞ്ഞത് വി ക്യാൻ ഡു ഇറ്റ് വിത്തൗട്ട് യൂസിങ് ദ ബ്ലീച്ച്. സോ അതിനുശേഷം ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം ആയിട്ട് ഞാൻ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. കളർ ചെയ്യും, എന്നിട്ട് ടോൺ ചെയ്യും. അപ്പോൾ ഈ വെയിലത്തൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ലോണം അത് എടുത്ത് കാണും. സിദ്ധുവിൻ്റെ PTA മീറ്റിംഗ് ഉണ്ട്. സോ നമുക്ക് അപ്പോഴേക്കും വീടെത്തണം. What did I do? I don't know. I got a haircut. Yeah, I didn't cut too much, only a little bit. Why? I don't know. Can you show me what happens if you put it? Hmm? You cut your hair short. Make it short. Make it short. Maybe next time. Okay? ഇല്ല, വെട്ടി ജസ്റ്റ് പിന്നെ കളർ ചെയ്ത് മറ്റേ ഇതൊക്കെ ടച്ചപ്പ് ഒക്കെ ചെയ്ത് കളറുണ്ട്. ഡാർക്ക് ബ്രൗൺ കാണുന്നുണ്ട്. വെയിലത്തിറങ്ങിയ കുറച്ച് നന്നായിട്ട് കണ്ടായിരിക്കും അല്ലേ? ഇഷ്ടൊക്കെ ശരിക്കും ഞാൻ വെട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന. ഞാൻ പിന്നെ വിചാരിച്ചു പേടിച്ചിട്ടായിരിക്കും വെട്ടാത്തത്, എനിക്കറിയാം. എനിക്കെന്തിനാ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി വളർന്ന് നോക്കിയിട്ട് വെട്ടാന്ന് കരുത്. പേടിച്ചിട്ടാണ് വെട്ടത്. എന്ത് പേടി? ഞാൻ മറ്റേ മുടി വെട്ടിയത് ഓർമ്മയുണ്ട് പണ്ട്. കാരണമൊന്നുമില്ല, പ്രത്യേകിച്ച് താടി പഠിച്ചാളാ. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ വളർന്നിട്ട് നോക്കാന്ന് കരുതി. ഇനി അടുത്ത പ്രാവശ്യം 4 മാസം കഴിഞ്ഞ് തോന്നാണെങ്കിൽ വെട്ടാം. അങ്ങനെ വെട്ടാൻ എളുപ്പമാണേ, വീണ്ടും വളരാൻ പാടല്ലേ. ഞാനിങ്ങനെ എന്ത് ഡിന്നർ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കൊരു 20 മിനിറ്റിൽ പോകണം. മുട്ടക്കറി എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. സാമ്പാറുണ്ട്, ദോശമാവുണ്ട്, അതൊരു ഓപ്ഷനാണ്. പക്ഷെ മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ നാളെ ഓഫീസിൽ കൊണ്ടുപോകാനും പറ്റും. ഒരു കാര്യം ചെയ്യാം, മുട്ട എന്നാൽ പുഴുങ്ങാൻ വെക്കാം, എന്നിട്ട് ബാക്കി പണി നോക്കാം. അത് കഴിഞ്ഞിട്ടല്ലേ ഇടണ്ടത്? പിന്നെ ഇത് സയന്റിഫിക് ആയിട്ടൊന്നും വെള്ളം ഒഴിക്കണ്ട, മുട്ട പുഴുങ്ങാനല്ലേ. ഇറങ്ങണ്ടി വന്നാൽ ബാക്കിയായിട്ടെന്നെ ഉണ്ടാക്കണേ. കുശുമ്പോ ആർക്ക്? ഏട്ടനാണോ കുശുമ്പോ? സാരി എടുത്തന്നെ സ്വന്തം ഭാര്യയല്ലേ? കേട്ടില്ല, ഓൺ ദ റെക്കോർഡ്. ഒന്നുകൂടെ പറയണം പ്ലീസ് പ്ലീസ്.
അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. പ്ലീസ് ഒന്നുകൂടെ പറയൂ. സാരമില്ല. നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പുതിയ പ്രൊഫൈൽ പിക്ചറിലെ. ഈ ഭർത്താക്കന്മാരുടെ വായിൽ നിന്നൊക്കെ വീട് കിട്ടാൻ തന്നെ യുഗങ്ങൾ എടുക്കും. ഒന്ന് ഇടക്കൊന്ന് നോക്കണേ കരിഞ്ഞോണ്ട്. തേങ്ങാപ്പാലൊന്നും ഒഴിക്കണ്ടല്ലോ. ഇപ്പോഴൊന്നും ഒഴിക്കണ്ട, ഞാൻ വന്നിട്ട് ഒഴിക്കാം. I'm going to your school to see your teacher. Why? You're going to go to my school? Yeah, I'm going to see Miss June, okay? Why? ഇന്ന് സിദ്ധുവിന്റെ PTA മീറ്റിംഗ് ഉണ്ട്. Why, Amma? സിദ്ധു വിഷുക്കണി കണ്ട ഇന്ന്? Yeah. പൈസ കിട്ടിയാ? Yeah. അപ്പൊ സന്തോഷമായാ? ശരി ശരി, എന്നെ പിച്ചിക്കൂട്ടല്ലേ. ഇറങ്ങണേ, ബൈ. എൻ്റെ അമ്മ, ഈ പിള്ളേർ വരെ സംശയങ്ങൾ തീർത്ത് വരുമ്പോഴേക്ക് നമ്മളൊരു പരിവാവും. പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ക്ഷീണിക്കും. മീക്ക് PTA മീറ്റിംഗ് എന്താന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ എന്തായാലും ദീപു ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തോളും വീട്ടിൽ. ഞാൻ ലേറ്റാവും. വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ അലർജിയൊക്കെ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തോ കാണാമെന്ന് അറിയില്ല, എൻ്റെ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടോ തടിച്ച് വന്നിരിക്കണം ചെറുതായിട്ട്. ഞാനൊരു അലകരെടുത്ത് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. മുട്ടക്കറി ഓൾമോസ്റ്റ് ആയി. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരണേ ഇനി. അപ്പോൾ അത് ഏട്ടൻ നൊയ്യകളാന്ന് പറഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ ഞാൻ ഇട്ട് വെച്ചു. മുട്ട വെന്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ചെത്താൻ മിക്കവാറും ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും. ചില പേരൻസ് ഒക്കെ ഇതുപോലെ ഓവർ ടൈമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡിലേ വരും. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അത് മിക്സ് ചെയ്യുക, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മുട്ട ഇടാം. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചെത്തിയിട്ട് ഇടാം. ഇപ്പം ഞാൻ വീട്ടിലെത്തി. സിദ്ധുക്കുട്ടൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അവൻ്റെ കുറേ വിൻ്റർ സാധനങ്ങളൊക്കെ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വിൻ്ററിന് വേണ്ടാത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് പാകമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തിരിച്ചിന് വീണ്ടും കൊടുത്തു വിടണം നാളത്തേക്ക്. വിൻ്റർ അല്ലെങ്കിൽ സ്പെയർ ക്ലോത്ത്സോ അല്ലേ. പിന്നെന്താ, അവന് ഓവറോൾ കുഴപ്പമില്ല. പിച്ചും കടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല. അതുകൊണ്ട് അതൊരു ഗുണമുണ്ട്. കറി എന്തായി? മുട്ടയൊക്കെ തിന്ന്. എത്ര മുട്ട? അവന് ഒരു മുട്ട ഞാൻ തിന്ന്. ഒരു ബാച്ചും കൂടി വെക്കായിരുന്നു മുട്ട. പുഴുങ്ങാൻ വെച്ച ഒരു ബാച്ചും കൂടി. അറിയാ, ഒന്നും ചെയ്തില്ല. കറി ഞാൻ ലോയിൽ ഇട്ടേക്കാണോ നോക്കി ഞാൻ കരിഞ്ഞു പോയാ. ഓഫ് ചെയ്താ ഞാൻ ഓഫ് ചെയ്തു. ഞാൻ എനിക്കൊരു സംശയം. Amma is calling me to make chapati. Let me finish that. Thank you, Mia. Flowers there. Come and play that. Horsey. Okay. Promise saying Give me the horse, okay? രാജാക്കന്മാർക്ക് ചെയ്യണം അങ്ങനെയാണ്. ദേവസ്വം നിന്റെ പെണ്ണാണ്. You'll stand up. പാത്രം കഴുകുന്ന മതിയാ. ഇല്ല ഇല്ല, എല്ലാം തന്നു കഴിഞ്ഞു. കോൺട്രാക്ട് ഒപ്പിട്ട് ഒരു സൈഡാ മസ്റ്റ് ഇട്ടോ, രണ്ട് സൈഡും മസ്റ്റ് ഇട്ടോ. ഇന്ന് മുതൽ എല്ലാ പാത്രവും കഴുകുന്നതാണ്. ലോല എന്താ രക്ഷക. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചിരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ചെറുതായിട്ട് വെട്ടിയിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം വെക്കാം. ഇതൊന്നും നീ ഇടൂലല്ലോ അല്ലേ? ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ? വരുന്നുണ്ട്. പ്രോമിസാണ് പൊളിച്ചത്.
രണ്ടുപേരും ബാഹുബലിയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിലൊരു അനിമേഷൻ കണ്ടിട്ട് ഹൗ ഡിഡ് ദേ ഡു ദാറ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. മറ്റേ ബാക്ക് പാക്കർ അരുണിമ നീ കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കയിലൊക്കെ പോകണം. അവളിപ്പോ ഷിക്കാഗോയിലും കണ്ടുണ്ട്. അമേരിക്കയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഏതോ ഒരു ഫാമിലിയുടെ കൂടെയാണ് സ്റ്റേ ചെയ്യണമെന്ന്. എന്നിട്ട് അതിന് അടിയായി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ വീഡിയോ വൈറലായിപ്പോ. ഏതോ ഷിക്കാഗോയില് നമ്മുടെ ഇവിടുത്തെ അച്ഛന്മാരെ ഏതോ വീട്ടിൽ പോയി താമസിച്ചിട്ട് രാത്രി പെണ്ണ് ഇറങ്ങി പോണ വഴക്ക് കൂടിയിട്ട് എന്തോ ഇറക്കി വിട്ടതല്ല അന്ന്. എന്തോ അവര് പറഞ്ഞ മൺഡേ പോയാൽ മതി അങ്ങനെ എന്തോ. പക്ഷെ ഈ പെണ്ണ് അവിടെ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്തോ എന്തൊക്കെയോ മിസ്കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് അവർക്കെന്തോ ഇൻകൺവീനിയൻസ് പറഞ്ഞു അവര്. അതുകൊണ്ട് മൺഡേ വേറെ പ്ലാൻ നോക്കാം. ഇതെന്തിനാണ് എല്ലാ ദിവസവും 5 പ്രാവശ്യം ഡാൻസ് കാണുന്നത്? ചുമ്മാ ഡാൻസ് Yeah, the old thing is like that. I saw a dance. അപ്പോൾ ഡിന്നർ കഴിഞ്ഞ് ഞാൻ മുകളിലോട്ട് വന്നേക്കാണ്. അവരിപ്പോൾ തന്നെ വരും. ഏട്ടൻ എൻ്റെ ഡാൻസ് റീൽ കണ്ട് കളിയാക്കി ചിരിക്കാനുള്ള ഇപ്പോഴത്തെ ഏട്ടൻ്റെ മെയിൻ ഹോബി. ദിവസത്തിൽ 2 പ്രാവശ്യം കിട്ടില്ലെങ്കിൽ ആ മനസ്സമാധാനം വരില്ല. സോ യാ, ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? പിള്ളേരെ കുളിപ്പിച്ച് തട്ടി തോളി കയറ്റണം. പക്ഷെ കുറച്ച് ലോണ്ട്രി ഉണ്ട്, അത് മിക്കവാറും നാളെ ചെയ്യാം. ഇന്നിപ്പോൾ ഇനി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കിടക്കാൻ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി ഒരുപാട് അതൊക്കെ എടുത്ത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ഹാപ്പി വിഷു പറയാൻ വേണ്ടി എടുത്ത് തുടങ്ങിയ വീഡിയോ ആണ്. സോ അഗെയിൻ ഐ വോണ്ട് ടു വിഷ് യു ഓൾ എ വെരി ഹാപ്പി വിഷു. എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും എല്ലാം ഉള്ളൊരു നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പിന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ വേഗം ഈ മാസം തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മാസം തൊട്ട് ഫ്രഷ് വീഡിയോസ് എടുത്ത് തുടങ്ങാം. സോ ടേക്ക് കെയർ. ബൈ.